എനിക്കൊന്നും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില പേരുകളാണ്. കൗമുദി ബാലകൃഷ്ണൻ. അത് ബാലേട്ടൻ്റെ ഏതാണ്ട് ഒരു അവസാന കാലത്താണ് ഞാൻ ബാലേട്ടനെ പരിചയപ്പെടുന്നതും. എനിക്ക് വളരെയധികം ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം ബാലേട്ടനുമായിട്ടുണ്ടായിരുന്നു, കൗമുദി ബാലകൃഷ്ണനായിട്ട്. ഞാൻ മിക്കവാറും അവിടെ പോയിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. എൻ്റെ കഥകളും കവിതകളും ഞാൻ എഴുതിയിരുന്ന ഒരു കാലമാണ്. അപ്പോൾ എൻ്റെ കഥകളൊക്കെ വായിച്ച് നോക്കിയിട്ട് ചില അഭിപ്രായങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാലേട്ടൻ്റെ എൻ്റെ ഒരു വലിയ ഒരു ഇതായിരുന്നു. പിന്നെ PK ബാലകൃഷ്ണൻ, അദ്ദേഹവും എൻ്റെ ഒരു നിരന്തരമായിട്ട് ഞാൻ പോവുകയും കാണുകയും ചെയ്തിരുന്ന ആൾക്കാരിൽ ഒരാളാണ്. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് കൃഷ്ണപിള്ള സാറിൻ്റെ വീട്ടിലെ വലിയ ഒരു സാർ ഇരിക്കുന്ന ഒരു സ്ഥലത്ത്, അതൊരു വലിയ ഒരു ഇതാണ്. സാറ് ഇങ്ങനെ കസേരയിലിരിക്കും, ചാരു കസേരയിലിരിക്കും. അവിടെ മുമ്പിൽ ഒരുപാട് കസേരകൾ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ വരികയും സാറുമായിട്ട് ഒരു സംവദിക്കുകയൊക്കെ ചെയ്യുന്നൊരിതുണ്ട്. അപ്പോൾ അത് വലിയ ഒരു ഇതാണ്. ഞാൻ ONV കുറുപ്പ് സാറിനെയൊക്കെ കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഒരു 3 മണി കഴിഞ്ഞാലുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ വരികയും സാറിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ K. സുരേന്ദ്രൻ. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായി ഞാൻ ഇടപെടുകയും എന്നെ പലതരത്തിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള, എൻ്റെ ചിന്തകളെ സ്വാധീനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഓഫ് കോഴ്സ് അയ്യപ്പണിക്കർ സാറിനെ ഇപ്പോൾ പോലും അയ്യപ്പണിക്കർ സാറിനെ ഞാൻ ഓർക്കാത്ത ദിവസങ്ങളില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് പിന്നീടാണ് സാറിനെ ആ കാലത്ത് അറിയാമെങ്കിൽ പോലും അയ്യപ്പണിക്കർ സാറുമായിട്ടുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ ബന്ധം രൂപപ്പെടുന്നതും അത് വളരെയധികം ഒരു ആത്മബന്ധമായിട്ട് മാറുന്നതും ഒക്കെ പിൽക്കാലത്ത് ഞാൻ കൽക്കട്ടയിൽ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന കാലത്താണ് അതുണ്ടാകുന്നത്. അത് ജീവിതകാലം മുഴുവൻ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വലിയ ഒരു ആഴത്തിലുള്ളൊരു സ്വാധീനമാണത്. പക്ഷെ എൻ്റെ എഡ്യൂക്കേഷന് വലിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഡിഗ്രി കാലം കഴിഞ്ഞതിന് ശേഷമൊക്കെ എനിക്ക് വലിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അത് പല കാരണങ്ങളുമുണ്ട്, വ്യക്തിപരമായ കാരണങ്ങളുണ്ട്, അങ്ങനെയൊക്കെ. അത് ധാരാളം വായിക്കുമായിരുന്നു. കവിതയും കഥകളും ഒക്കെയാണ് എൻ്റെ ഒരു സാഹിത്യത്തിൻ്റെ എൻ്റെ ഒരു താല്പര്യത്തിനെ രൂപപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഞാൻ നാടകത്തിലേക്ക് പിന്നെ എൻ്റെ ഒരു ശ്രദ്ധ തിരിച്ചു വരുന്ന ഒരു കാലമൊക്കെ ഉണ്ട്. അത് G. ശങ്കരപ്പിള്ള സാറ് എൻ്റെ ഒരു നാടകക്കളരിയിൽ G. ശങ്കരപ്പിള്ള സാർ ചെയ്ത ഒരു പ്രസംഗമാണ് എന്നെ ശരിക്കും എൻ്റെ ഒരു ദിശാബോധത്തിനെ മാറ്റിയെടുക്കുന്നത്, സാഹിത്യത്തോടുള്ള എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ. അന്ന് പബ്ലിക് ലൈബ്രറിയിലും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലും ഒക്കെ ഉണ്ടായിരുന്ന നാടകങ്ങളുടെ ട്രാൻസ്ലേഷൻസ്, മലയാള വിവർത്തനങ്ങളൊക്കെ തന്നെ, ലോക നാടകങ്ങളുടെ മലയാള വിവർത്തനങ്ങളൊക്കെ ഞാൻ വളരെയധികം വായിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ PK വേണുക്കുട്ടൻ നായരുമായിട്ട് ഞാൻ CN ശ്രീകണ്ഠൻ നായരുടെ കലി, പിന്നെ PK വേണുക്കുട്ടൻ നായർ സംവിധാനം ചെയ്ത് രംഗത്ത് അവതരിപ്പിക്കുന്ന ആ സമയത്തൊക്കെയാണ് നാടകത്തിൻ്റെ പ്രായോഗിക തലങ്ങളുമായിട്ടൊക്കെ എനിക്കൊരു ബന്ധം ഉണ്ടാകുന്നതുമൊക്കെ.